തൃശൂർ വടക്കഞ്ചേരിയിൽ കുമ്പളങ്ങാട് വെടിക്കെട്ട് പുരയിൽ സ്ഫോടനം. വെടിക്കെട്ട് പുര പൂർണ്ണമായും കത്തി നശിച്ചു. വെടിക്കെട്ട് പുരയിൽ ജീവനക്കാർ ഉള്ളതായി സംശയമുണ്ട്. ഒരാൾക്ക് പരിക്കേറ്റു. സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുവി, ഈ പരിക്കേറ്റ ആളുടെ നില എങ്ങനെയുണ്ട്? അതോടൊപ്പം ഇനിയും തൊഴിലാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായാണോ സംശയം? ആര്യ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇതാണ്. അതായത് ഒരാൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ചേലക്കര സ്വദേശിയായ മണിക്കാണ് പരിക്കേറ്റത്. ഇയാൾക്ക് ഏതാണ്ട് 60% മുകളിൽ പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാട്ടുകാരാണ് ഇയാളെ രക്ഷിച്ച് അവിടേക്ക് കൊണ്ടുപോയത്. വലിയ തോതിലുള്ള ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായത്. 5:15 ഈ സ്ഫോടനം ഉണ്ടായത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ആദ്യഘട്ടത്തിൽ ഇതിനകത്ത് നിരവധി തൊഴിലാളികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ തൊഴിലാളികളെല്ലാം പുറത്തു പോവുകയും മണി മാത്രം ഇവിടെ ഇരിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ തൊഴിലാളികൾ കുളിക്കാൻ പോയ സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. അല്ലെങ്കിൽ ഇത് വലിയ തോതിലുള്ള ഒരു വ്യാപ്തിയിലേക്ക് ഈ സ്ഫോടനം മാറുമായിരുന്നു. കൂടുതൽ തൊഴിലാളികൾക്ക് പരിക്കേൽക്കുമായിരുന്നു, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് സംഭവിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു തൊഴിലാളിക്ക് മാത്രമാണ് പരിക്കേറ്റത്. ഒരു ഗൗരവമേറിയ പരിക്കുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നാട്ടുകാരാണ് ഇയാളെ രക്ഷിച്ചത്. ഇപ്പോഴും ഈ വെടിപ്പുര, അതായത് വെടിമരുന്ന് ഉണക്കുന്ന സ്ഥലമാണ് ഈ വെടിപ്പുര. അതിനകത്ത് വെടിമരുന്ന് ഉണക്കുകയായിരുന്നു. പ്രത്യേകിച്ചും തൃശ്ശൂര്, പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകൾ ഉത്സവകാലമാണ്. ആ ഉത്സവകാലത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചതായിരുന്നു ഈ വെടിമരുന്നുകൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവയാണ് സ്ഫോടനത്തോടുകൂടി പൊട്ടി തീ ആകെ പടർന്നത് അവിടെയാണ്. തുടർന്ന് ഈ നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു. ഇതിന്റെ ഒരു പ്രകമ്പനം, ഈ ഒരു സ്ഫോടനത്തിന്റെ പ്രകമ്പനം, ഈ വെടിപ്പുര നിൽക്കുന്നത് ഒരു വളരെ റിമോട്ടായ റൂറൽ ആയ ഒരു സ്ഥലത്താണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രകമ്പനം വടക്കാഞ്ചേരി നഗരത്തിൽ, അതായത് അത്താണി, ഓട്ടുപാറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വരെ ഇതിന്റെ ഒരു പ്രകമ്പനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ഇത് നിന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ജനങ്ങൾ വിചാരിച്ചത് ഒരു ഭൂചലനമാണോ സംഭവിക്കുന്നത് എന്ന ഒരു സംശയം ജനങ്ങൾക്കുണ്ടായി. പിന്നീടാണ് ഇത് ഉഗ്രസ്ഫോടനമാണ് എന്ന് തിരിച്ചറിഞ്ഞത്. ഏതായാലും അവിടെ വീണ്ടും ഈ അവശിഷ്ടങ്ങൾ, സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നൊരു സംശയവും ഉണ്ടായിരുന്നു. അതിനുശേഷം പോലീസും ഫയർഫോഴ്സും എത്തി ഇപ്പോൾ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എന്താണ് സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണം എന്നത് ഇനിയും കണ്ടെത്തിയിട്ടില്ല. അളവിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നൊരു സംശയം ഉണ്ട്. ഒപ്പം നിരോധിക്കപ്പെട്ട സ്ഫോടക വസ്തുക്കൾ ഏതെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു എന്ന സംശയമുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനകത്ത് കൂടുതൽ തൊഴിലാളികൾ ഇല്ല എന്നാണ്. ഒരു തൊഴിലാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ എന്താണ് അപകടത്തിനുണ്ടായ സാഹചര്യം, കാരണം എന്താണ് എന്നത് സംബന്ധിച്ചും ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ആര്യ, എന്തായാലും സുവി സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ ഉള്ള വലിയൊരു പ്രകമ്പനം, ഈ സംഭവം നടന്നത്, ഈ സ്ഫോടനം നടന്നത് ഒരു ഉൾപ്രദേശത്തായിട്ട് കൂടി അതിന്റെ പ്രകമ്പനം നഗര പ്രദേശങ്ങളിലേക്ക് കൂടി എത്തിയ സ്ഥിതിക്ക് അത്രത്തോളം വലിയൊരു ഉഗ്ര സ്ഫോടനമാണ് അവിടെ നടന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഭാഗ്യവശാൽ മറ്റു തൊഴിലാളികൾ പുറത്തേക്ക് പോയതുകൊണ്ടാണ് ഇത്ര വലിയൊരു ദുരന്തം ഒഴിവായത്, അല്ലേ? തീർച്ചയായും ആര്യ, അത് തന്നെയാണ്. ഭാഗ്യവശാൽ ഈ തൊഴിലാളികൾ കുളിക്കാൻ പോയ സമയത്താണ് ഈ അപകടം ഉണ്ടായത് എന്നതാണ് ഇതിന്റെ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കൂടാതെ പോകാൻ ഉള്ള ഒരു കാരണം. മറ്റില്ലെങ്കിൽ ഈ എത്രയും തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം തന്നെ പരിക്കു പറ്റുമായിരുന്നു, അല്ലെങ്കിൽ അത്രയും വലിയ തോതിലുള്ള ഒരു വ്യാപ്തിയിലേക്ക് ഈ അപകടം മാറുമായിരുന്നു. തൽക്കാലത്തേക്ക് ഒരാൾക്ക് മാത്രമാണ് പരിക്കു പറ്റിയിരിക്കുന്നത്. ഇയാൾക്ക് 60% മുകളിൽ പൊള്ളലേറ്റിട്ടുണ്ട്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നാട്ടുകാരാണ് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഒരു പ്രകമ്പനം, ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രകമ്പനം എങ്ങനെയാണ് ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടായത്, അതിന്റെ പ്രകമ്പനം എങ്ങനെയാണ് നഗരപ്രദേശങ്ങളിലേക്ക് വരെ കേൾക്കുന്നത് എന്നൊരു സംശയം ഇപ്പോഴും ഉണ്ട്. ഏതായാലും നിരോധിക്കപ്പെട്ട സ്ഫോടക വസ്തുക്കളുണ്ടോ, അല്ലെങ്കിൽ ഈ അളവിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നോ എന്നതുൾപ്പെടെയുള്ള സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഏതായാലും സ്ഥലത്ത് ഇപ്പോൾ നാട്ടുകാരും പോലീസുകാര്, റവന്യൂ ഉദ്യോഗസ്ഥർ, അതുപോലെ ഫയർഫോഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ തീ അണച്ചതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ആര്യ, ശരി. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ വടക്കഞ്ചേരി കുമ്പളങ്ങാടാണ് വെടിക്കെട്ടുപുരയിൽ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. വെടിക്കെട്ടുപുര പൂർണ്ണമായും കത്തി നശിച്ചു. ഒരു തൊഴിലാളി മാത്രമായിരുന്നു വെടിക്കെട്ടുപുരയിൽ ഈ അപകട സമയത്ത് ഉണ്ടായിരുന്നത്. ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 60%-ലധികം പൊള്ളലേറ്റിട്ടുണ്ട്.
ഇദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സ്ഥലത്ത് തീ അണയ്ക്കാൻ അടക്കമുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.